കോഴിമുട്ട പിന്നെ നൂൽപുട്ടും ഒരു സ്നാക്കാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അത് സ്കിപ്പ് ചെയ്യാതെ അമ്മാവാനായിട്ട് കാണുക. ഇത് ബീഫ്, ഗരം മസാല, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതിട്ട് വേവിച്ച് കഴിഞ്ഞ് തണുത്ത ശേഷം മിക്സിയിൽ അരച്ചെടുത്താണ്. ഒരു പ്ലേറ്റ് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു പ്ലേറ്റ് ഉള്ളിത്തണ്ട് ചെറുതാക്കി അരിഞ്ഞത്, ഒരു പ്ലേറ്റ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, ഒരു പ്ലേറ്റ് ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞത്, ഒരു പ്ലേറ്റ് ക്യാപ്സിക്ക ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചിയും ഒരു 3 പച്ചമുളകും ഇത് അരച്ചിട്ട് 3 ടേബിൾ സ്പൂണും ഒരു കൈപ്പിടുത്തം മല്ലിയിലയാണിത്. ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വലിയ ഉള്ളി എല്ലാതും ഒരു പ്ലേറ്റ് ആണ് അളവുള്ളത്. ഒക്കെ ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും ഇങ്ങനെ വാടി വന്നാൽ മതി, കംപ്ലീറ്റ് നല്ലോണം വാടണമെന്നില്ല. അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പിട്ടിട്ട് ശരിക്കും നടക്കുക. നല്ല ഹൈ ചൂടിൽ തന്നെ കംപ്ലീറ്റ് വെക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് 3 എണ്ണമാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ്. ഇദ്ദേഹം കുറച്ച് മസാല അധികം ഉണ്ടാക്കി വെക്കുകയാണ്. വീണ്ടും നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടും. ഇത് ഉള്ളിത്തണ്ടിന്റെ അല്ല, അത് ചില സീസണിലാണ് ഇത് വരിക. ഉള്ള സമയത്ത് എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമല്ല. പിന്നെ ഒരു പ്ലേറ്റ് ബീഫ് വേവിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണിത്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനു പകരം ചിക്കൻ ഉപയോഗിക്കുക, നിങ്ങൾക്ക് മട്ടൺ ഉപയോഗിക്കുക. എല്ലില്ലാത്ത പീസായിരിക്കണം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എല്ലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ക്യാബേജ് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പല വിഭവങ്ങൾക്ക് ഇത് ഈ മസാല ഉപയോഗിക്കാം. ക്യാരറ്റ് ഇതേപോലെ ചീകിയതാണ്. ഒക്കെ നല്ല ഹൈ ചൂടിലാണ് ഇപ്പൊ കംപ്ലീറ്റ് വെക്കുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂണ് ഗരം മസാലയാണ്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളകിന്റെ പൊടിയാണിത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടിയും. അങ്ങനെ ഈ 3 പൊടികളാണ് നമുക്ക് ആകെ ആവശ്യമുള്ളത്. ഇനി ലാസ്റ്റ് കംപ്ലീറ്റ് വാടിക്കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനം ഈ ക്യാപ്സിക്ക അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില കംപ്ലീറ്റ് ഇടണമെന്നില്ല. പിന്നെ ലാസ്റ്റ് അതിന്റെ മുകളിലേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മല്ലിയില ഇടുക. ഇപ്പൊ ഇത് കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ ഒരു പ്ലേറ്റ് എനിക്ക് ആവശ്യമുള്ളതിന് പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ വേണ്ടി വെക്കാണ്. പിന്നെ മറ്റേത് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1-2 ആഴ്ചക്ക് യാതൊരു കേടും വരാതെ ഉപയോഗിക്കാം. നമുക്ക് സമൂസ, കട്ട്ലറ്റ് ആകുമ്പോൾ അതിലേക്ക് പിന്നെ കിഴങ്ങ് കൂട്ടിയാൽ മതി. കുറച്ച് മല്ലിയില ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഇനി ഇന്നത്തെ വിഭവത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം ചെയ്യാൻ പോവാണ്. ഞാൻ ഇടിയപ്പം നൂൽപുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു നൂൽപുട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു നൂൽപുട്ട്. ഇത് നമ്മുടെ മസാല. ഇതിന്റെ ഫുള്ള് ഉപയോഗിക്കേണ്ടല്ലോ, ഏകദേശം 1/2 വേണ്ടി വരിക. പിന്നെ 2 കോഴിമുട്ടയും വേണം. ഒരു നൂൽപുട്ടിന് 2 കോഴിമുട്ട ധാരാളമാണ്. അപ്പൊ ഞാൻ ഈ കോഴിമുട്ട കംപ്ലീറ്റ് ഇതിലേക്ക് ഒരു ചെറിയൊരു ബൗളിലേക്ക് ഉടച്ചിട്ടിട്ട് അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പ് വേണമെന്നില്ല, മറ്റേ മസാലയിൽ ഓൾറെഡി നമുക്ക് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ഇതിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഏകദേശം ഒരു 1/2 മസാല ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത് 2 പാർട്ടാക്കിയിട്ടാണ് ഇതിനെ ഇനി ചെയ്യാൻ പോകുന്നത്. ഈ കോഴിമുട്ട മസാല ഇങ്ങനത്തെ ഒരു ചെറിയൊരു അപ്പം ചുടുന്ന അങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉത്തമം. അതിൽ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ ഇട്ട 1/2 മസാല അതിലേക്ക് ഒഴിക്കുക. ഒന്ന് സ്പൂൺ കൊണ്ട് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഈ ഇടിയപ്പം വെച്ച് ഇതിന്റെ ടോപ്പിൽ കംപ്ലീറ്റ് കവർ ചെയ്യുക. ഇടിയപ്പം കാണാത്ത മോഡലിൽ ഒരു ചെറു തീയിൽ വെച്ചാൽ മതി. കാരണം ഇടിയപ്പത്തിന്റെ അടുത്തേക്കുള്ള ഒരു നനവുണ്ടാകും, അതും കൂടി ഒന്ന് വെന്ത് കിട്ടണം. അത് കഴിഞ്ഞ ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിടുക. സ്വല്പം നേരം വെച്ച് കഴിഞ്ഞ ശേഷം ഇനി അത് സംഭവം കഴിഞ്ഞിരിക്കുന്നു. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഒന്ന് തിരിച്ചിടുകയാണ് ഇതിലേക്ക്. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം നമ്മുടെ മുത്തപ്പക്ക് മുറിക്കുന്ന ഇതുണ്ട്. നിങ്ങളുടെ സൗകര്യം പോലെ എന്തുകൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് മുറിക്കാം. അതുകൊണ്ട് ഇങ്ങനെ മുറിക്കാം. ഇപ്പൊ ഞാൻ ഇതിനെ 4 പീസാക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ 8 പീസും ആക്കാം. അല്ല, സൂപ്പർ ടേസ്റ്റ് ആണ്. കെച്ചപ്പ് കൂട്ടി കഴിക്കുക. കുട്ടികൾക്ക് ഒരു വെറൈറ്റി വിഭവമായിട്ട് വരുന്നത്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.